ഈ കാണുന്ന കാട് കണ്ടോ? ഈ കാടിനകത്താണ് ഇവിടെ നമ്മുടെ നല്ല തീ കിട്ടണം. നമ്മൾ ഉറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മറ്റു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് കായലിലുള്ള ഒരു മീൻ പിടുത്തത്തിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പം കായലിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല മീൻ പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്പല്ലി, കാളാഞ്ചി പോലുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ഓളമുണ്ട്. ചെറിയൊരു വള്ളത്തിലാണ് ചെറിയൊരു കുഞ്ഞൊരു ബോട്ടിലാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലൂറുകളൊക്കെ ഉപയോഗിച്ച്, അതായത് കുറച്ച് ഡീപ്പിൽ പോകുന്ന ലൂറുകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് മീൻപിടുത്തം തുടങ്ങാം. ഇടയ്ക്ക് നല്ലൊരു വെള്ളം തെറിച്ച് വരുന്നുണ്ട്. ഞങ്ങളൊരു 3 പേരുണ്ട് ഞങ്ങളുടെ വള്ളത്തിൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, അവിടെ നമ്മൾ സ്റ്റേ അടിച്ചുകൊണ്ടുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ ഈ ലേബർ ഇന്ത്യയുടെ സന്തോഷകുളങ്ങരയുടെ ലേബർ ഇന്ത്യയുടെ ഒരു റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ച എന്ന് പറഞ്ഞാൽ റിസോർട്ട് അത്യാവശ്യം നമ്മുടെ വെള്ളത്തിൽ തന്നെ കണ്ടോ, ചുറ്റും വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട അടിപൊളി ഒരു വൈബ് വീഴുന്നൊരു റിസോർട്ടാണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ ഇവിടെ അധികം ആരും താമസിക്കാനില്ലെന്ന് തോന്നില്ലയോ? ഇപ്പോൾ താമസമില്ലെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ, കാട് പിടിച്ച് കിടക്കുന്ന കാണാം കണ്ടോ. അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ നേരെ നമ്മളിനി കാണുന്നത് കായലാണ്. നമ്മുടെ മീൻപിടുത്തം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാം ഓരോ സെക്ഷനായിട്ട് പഴയ തറവാടുകൾ പൊളിച്ചിട്ട് അതുപോലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. എല്ലാം കൂടുതലും തടിയലാണ്. അതിൻ്റെ പണ്ടത്തെ മച്ചും അറയും നിരയുള്ള സെറ്റപ്പിലുള്ള ആ ഒരു ഇതിലാണ് അത് പണിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ലൂറിലാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. ഓ, അതിൻ്റെ ഈ സൈഡൊക്കെ കണ്ടോ, ഈ സൈഡൊക്കെ ഓളം അടിച്ചാൽ തോന്നുന്നു. എല്ലാം വയ്യോടാ കണ്ടോ, ചെറിയൊരു പറ്റ അടിച്ച കാഴ്ച. നമ്മളിങ്ങനെ മീൻ പിടുത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കണ്ടോ, ചെറിയൊരു ശോകം മൂട് വന്നോണ്ടിരുന്നപ്പോഴാണ് ഒരു മീൻ കയറി കേട്ടോ. അങ്ങനെ നമുക്കൊരു ചെറിയ കിട്ടിയ മീനൊന്നും കാണിച്ചു എന്തി മറ്റേ എന്തി എടുത്തിട്ടോ. കണ്ടൊരു ചെറിയ വറ്റ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീൻപിടുത്തത്തിൻ്റെ രസം എന്ന് പറയുന്നത് കിട്ടിയത് ഒന്നേ ഉള്ളതിൽ നമ്മൾ ഹാപ്പി കണ്ടോ. ചെറിയൊരു വറ്റ കിട്ടി. വേണ്ട കുപ്പി വെച്ച് വിട്ടിരിപ്പുണ്ട്. ഇതാണ് ജീറ്റി. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് മീൻപിടുത്തം അടിപൊളി കണ്ട. അവൻ്റെ ദേഹത്തെ ഈ തിളക്കം കണ്ടു വേണ്ട, അതിങ്ങനെ മഞ്ഞുകൊണ്ടിരിക്കണ്ട കണ്ട. അടിപൊളിയല്ലേ വയറ്റ് കണ്ടാ. കയ്യിലെടുത്ത ചൊറിയും കേട്ടോ. നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൈ വെള്ളയിലെടുക്കുമ്പോൾ ചൊറിയില്ല. നമ്മൾ കാസ്റ്റ് ചെയ്ത് രാത്രി കേട്ടോ. രാത്രി ഇത് ഇങ്ങനെ മീനൊക്കെ നോക്കി വരുമ്പോൾ ടോർച്ച് കൊണ്ടേ ചുമ്മാ നമുക്ക് കഴിക്കാനുള്ള മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇതുപോലുള്ള മരങ്ങളൊക്കെ ചാഞ്ഞിരിക്കുന്നിടത്ത് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. കായലിൽ നമ്മൾ മീനെ കുത്തി പിടിക്കാനുള്ള പരിപാടിയാണ്. ഒരു കരിമീനെ ഓൾറെഡി നമ്മളൊരു മീനെ കുത്തി വെച്ചേക്കുക. ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറച്ച് ഉപ്പ് കയറിയോണ്ട്. അയ്യോ, ചെറിയ കയറിയിട്ടുള്ളൂ. തലവഴിയും കണ്ണുവഴിയൊക്കെ കയറി. ഊരട്ടെ, നമ്മളത് ഊരുന്ന കാണിക്കുന്നില്ല കേട്ടോ. 2 കരിമീൻ. ഇത് കണ്ടോ, നമ്മൾ രാത്രി ഇപ്പം പോയി ഉണ്ടാക്കി കിടക്കുന്ന ഒതളങ്ങയാണ് കേട്ടോ. ഒതളങ്ങയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കഴിച്ചാൽ വിഷക്കായാണ് കണ്ടോ. ഒരുപാട് ഉണ്ടാക്കി കിടപ്പുണ്ട് ഇവിടെ. ഇതൊരു ചെറിയൊരു ദ്വീപ് പോലുള്ളതുകൊണ്ട് ഇവിടെ മനുഷ്യവാസമുള്ള സ്ഥലമൊന്നുമല്ല. കയറിയോ? വെള്ളം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊച്ചൊരു ഞണ്ട് കാണിച്ചേ കണ്ടോ. കട്ടന്മാരിക്ക് കരിമീനെ കുത്തി കണ്ട. അടുത്ത കരിമീനെ കുത്തി കണ്ടോ. നമ്മളിങ്ങനെ ഓരോരോ മീനെ കുത്തിയെടുക്കും കണ്ടോ. അത് കൊള്ളാം കേട്ടോ. നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. മുമ്പ് കിട്ടിയതിനേക്കാളും സൈസ് ഉണ്ട്. നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടിയാണ് ഈ മീൻ പിടിക്കുന്നത്. ഈ മുപ്പല്ലിയാണെങ്കിൽ ഊരി എടുക്കാൻ എളുപ്പമാണ്. കാണുന്ന ചെറിയ തുരുത്ത് കണ്ടോ. ഇവിടെ ഏതോ കുറേ വലിയ മീൻ ഓടിച്ചിട്ട് വെട്ടുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ വലിയ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ മീൻ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ പശിയെന്ന് കയറി നോക്കാം. കാരണം മീൻ വേറെ മറ്റു വഴികളിലൂടെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മീൻ കിട്ടും കേട്ടോ. ഇത് അങ്ങനെ അടുത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണമ്പാണേ, ചെറിയ കണമ്പ് കേട്ടോ. ഉരുട്ടെ കണ്ട, ചെറിയൊരു കണമേ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൊട്ടക്കല്ല് അടുപ്പോയോ എടുത്തണോ. ഇതങ്ങനെ നമ്മുടെ ഒരു 4ാമത്തെ കരിമീനാണ് കേട്ടോ. തെയ്യം നമ്മളെ അങ്ങോട്ട് ഊരിയെടുത്തു. ഉണ്ടല്ലോ, ഊരിയെടുത്തു. കണ്ട, രാത്രിത്തെ മീൻ പിടുത്തെന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര രസമുള്ളൊരു വൈബാണ്. ഇത് അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അടിച്ച ജീവിതത്തിലെ കാളാഞ്ചി മുട്ടൻ കാളാഞ്ചി ഏതാണ്ട് ഒരു 1.5-2 കിലോ എന്നൊക്കെ പറയാമെങ്കിലും 700 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോ വരുന്നതിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട
എന്തായാലും സന്തോഷമായി. ഞങ്ങൾ രാത്രി വൈബ് അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. മൊത്തം അടിച്ച് കണ്ടോ, കാണാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് സന്തോഷം. കാര്യം വേറെ ഒന്നുമല്ല, നമുക്ക് ആദ്യമായിട്ടോ കാളാഞ്ചി ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ബാഹ്യം മറ്റു മീനുകളൊക്കെ പിടിച്ചിട്ടുള്ളൂ കൂടുതലും. അതെ അടിപൊളി കാളാഞ്ചി കണ്ടോ. നാളെ രാവിലത്തെ പരിപാടിയുണ്ട്. അതായത് നമുക്കിനി പുല്ല് 15 കിലോയുടെ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രണ്ടാമത്തെ മീൻ അടിച്ചു കേട്ടോ. നമ്മൾ മീൻ കൊണ്ടേയും കയറി, കാരണം രാത്രി ആയതുകൊണ്ട് സ്ട്രൈക്കോ വീഡിയോ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതങ്ങനെ പെയ്യ നമ്മൾ അവനെ കോരി എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ഉടക്കം കണ്ടോ, ചിലപ്പം പൊക്കിയെടുത്താൽ പോകാമെന്ന് നോക്കാം കേട്ടോ. പൊക്കിയെടുത്താൽ പോത്തൊന്നുമില്ല, കുഴപ്പമില്ല കണ്ടോ. കറക്റ്റ് വെയ്യ കോരി എടുത്ത് കണ്ടോ. അങ്ങനെ നമുക്ക് നല്ല അടിപൊളി ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഈ സാധനത്തിൽ അടിച്ചോട്ടെ, 2 ഈ ഷാളെ തന്നെ അടിച്ചേ കണ്ടോ. ഈ ഷാള് കണ്ടോ, ഷാളല്ല അടിച്ചപ്പം പെയ്യ നമുക്ക് ഒന്ന് റിമൂവ് എടുക്കാം കണ്ടോ. റൈസ് ചെമ്പല്ലി നമുക്ക് എന്തായാലും കഴിക്കാനുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് മീൻ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 പേർക്കും ആവശ്യത്തിന് മീൻ കാളാഞ്ചിയും ചെമ്പല്ലി ഇന്നും നല്ല വിഭവ സമൃദ്ധമായ സദ്യയാണ് കേട്ടോ. ഈ കാണുന്ന കാട് കണ്ടോ, ഈ കാടിനകത്താണ് ഇവിടെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ വള്ളത്തിലായിരിക്കും കിടന്ന് ഉറങ്ങുന്നത്. ചെറിയ തോടും ഇവിടെ വലിയ അതിൻ്റെ ഒരു ദ്വീപ് പോലുള്ളൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലിയ പാമ്പൊന്നും ഇല്ലെന്ന് വിചാരിക്കാം. പാമ്പ് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കാണുന്നതെല്ലാം നിറച്ച് ഉപ്പുവെള്ളം കയറി കിടക്കുന്ന പുഴയാണ് കേട്ടോ. പുഴയല്ല, ചെറിയ കായലിൻ്റെ സൈഡുകളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള അപ്പുണ്ട്, അഭിജിത്തുണ്ട്, അവർ 2 പേരുണ്ട്. നമ്മൾ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മീൻ കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലോ, ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് ചുട്ടെടുക്കാൻ പറ്റത്തില്ല, മീനൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. കുറച്ച് ഉണങ്ങിയ വിറക് നമ്മൾ മാറ്റി വെക്കുക. കാരണം ഇപ്പോൾ 9:30 മണിയായിട്ടുണ്ട്. അപ്പം ഈ വിറകെല്ലാം കൂടെ ഒന്ന് കത്തിച്ച് മാറ്റി വെച്ചാൽ മാത്രമേ, കുറച്ച് മാറ്റി വെച്ചാൽ മാത്രമേ മഴ നനയാതെ കിട്ടിയാലേ നമുക്ക് ഫുഡിൻ്റെ പരിപാടി നടക്കത്തുള്ളൂ. ഇവിടുന്ന് ഒരുപാട് ദൂരം പോകണം നമ്മൾ തിരിച്ച് കരയിലോട്ട് കയറാൻ വേണ്ടി കേട്ടോ. ഈ നമ്മുടെ മീൻ കുക്ക് ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോ എന്തോ സംഭവം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മേടിച്ചോ? മീൻ വറക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. പക്ഷേ മീൻ അങ്ങനെ വറക്കാനുള്ള പാത്രം ഇല്ല നമുക്ക്. അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയ ടാസ്ക് അത് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അപ്പൂന് അടിപൊളി ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ചാനലിന്റെ പേരെന്ന് പറഞ്ഞു ഹൈപ്ലോക്സ് കേട്ടോ. കൂടുതലും ചെമ്പല്ലി കാളാഞ്ചി പിടിച്ച വീഡിയോസ് ആണ്. നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ കാളാഞ്ചി ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് പൊടിയാക്കണം കേട്ടോ. കാരണം അതിൻ്റെ കുടലും പൂ മാത്രമേ കളയുന്നുള്ളൂ. ബാക്കി നമ്മളൊന്നും കളയാതെ തന്നെ നൈസായിട്ട് ചുട്ടെടുക്കാൻ പോകും. കാരണം നമുക്കിവിടെ വിറകിൻ്റെയൊക്കെ ലഭ്യത കുറവ്. അതുമല്ല കുറച്ച് ചെതുമ്പിലെള്ളം ഉള്ളപ്പോൾ കണ്ട ചെതുമ്പിൽ നൈസായിട്ടൊന്നും കളയത്തുള്ളൂ. കാര്യം വേറൊന്നുമില്ല, ഉള്ളിൽ കഴിയുമ്പോഴത്തേക്ക് നൈസായിട്ട് നോക്കും. ഇത് നമ്മൾ പിടിച്ച കരിമീനുണ്ടല്ലോ, അതിൻ്റെ നമ്മൾ ദശ മാത്രം ഇങ്ങനെ ചെത്തി എടുത്തിട്ട് നമ്മൾ കുടിച്ച കരിക്കാണ് കേട്ടോ. അപ്പോൾ കരിക്കിൻ്റെ അകമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് മസാല വരട്ടി നമ്മൾ ആ കരിമീൻ്റെ ദശ മൊത്തം അതിനകത്ത് ഇടിച്ച് കയറ്റി വെച്ചിട്ട് ഇത് ചുട്ടെടുക്കാൻ പോകട്ടെ. എന്നിട്ട് ഇത് പൊട്ടിച്ചെടുത്ത് കഴിക്കാനാണുള്ള പരിപാടിയാണ്. ഒരു ചെറിയ മസാല മഞ്ഞപ്പൊടി സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി എടുത്താണ്. കണ്ട ഓരോ കരിക്കിനകത്ത് നിറച്ചുകൊണ്ടിരിക്കുക. ഒരു 2-3 കരിക്ക് കുടിച്ചതിൻ്റെ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ. നോക്കണോ മുണ്ട് നമ്മളെ കാളാഞ്ചിക്കകത്ത് മൊത്തം മസാലയൊക്കെ അകത്ത് പുരട്ടി പിടിപ്പിക്കണം. ഇത് നമ്മളെ കാളാഞ്ചി നമ്മളിങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ചെറിയൊരു കമ്പയിൽ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ കറക്കി എടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചുട്ടെടുത്തേക്കുന്നത്. ഈ കറങ്ങൂല എന്ന് കണ്ടറിയണം. അത്യാവശ്യം കല്ലിനകത്ത് നിന്ന് സംഭവം സെറ്റായി വരുന്നുണ്ട്. 2 സൈഡ് മൂത്ത് വരണം കേട്ടോ. സെറ്റേക്കുന്ന കയറ് പൊട്ടിപ്പോയാൽ ഇത് കണ്ടോ, ഈ ഗത പോലിരിക്കുന്ന ഐറ്റം കണ്ടോ, മേളിൽ കാളാഞ്ചി താഴെ ഗത പോലിരിക്കുന്ന ഐറ്റം കണ്ടോ. ഇതിനകത്ത് നമ്മുടെ മറ്റേ കരിമീൻ കയറ്റി നിറച്ച് കുത്തി വെച്ചേക്കും കേട്ടോ. കൂടുതലും ദശ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കാളാഞ്ചിയും അങ്ങനെ കരിമീനൊക്കെ സെറ്റാക്കി വരുന്നു. ഒരു ചെമ്പല്ലി കിട്ടിയായിരുന്നു, ചെമ്പല്ലി നമ്മൾ എടുത്തില്ല. കരിഞ്ഞ് പോഞ്ഞ് പോകുമെന്നൊക്കെ നമുക്ക് അവസാനം കണ്ടറിയാം. ഇത് നമ്മൾ ചെതുമ്പലി കളഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അകത്തുനിന്ന് വരഞ്ഞെടുത്തേക്കുക. എന്നിട്ട് നമ്മൾ അകത്തുനിന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്തോ അതിനി നമ്മളെല്ലാം കഴിഞ്ഞ് കണ്ടറിയണം. എനിക്ക് അതേപോലെ ഇരിക്കുന്ന ഐറ്റം നമ്മൾ പറഞ്ഞല്ലോ, അത് തീ കാണിക്കത്തില്ല കേട്ടോ. അത് നല്ല തീ കിട്ടണം. അതിന് കാളാഞ്ചി ഉണ്ടോ, കാളാഞ്ചി നമ്മൾ സെറ്റ് ചെയ്ത പൊറോട്ട. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊറോട്ട. നമ്മൾ നേരത്തെ വന്നപ്പോഴേ മേടിച്ചുകൊണ്ട് വന്നാൽ മീൻ കിട്ടുമല്ലോ അറിയത്തില്ലല്ലോ കണ്ട. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. തീയൊക്കെ അണഞ്ഞു. ഇനി നമ്മുടെ ചിരട്ട എവിടെ ഇരിപ്പുണ്ടേ, അതും കൂടെ എടുത്ത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കഴിക്കാൻ പോവാം. കണ്ട വള്ളത്തിൻ്റെ ബോർഡ് എടുത്ത് ഞങ്ങൾ അതിരുന്ന് കഴിക്കുന്നത്. ഇതേ ഈ ഒരു കാഴ്ച ഉണ്ടോ, നമ്മൾ ഉറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു റൗണ്ടാണ്. അതും കായലിൻ്റെ ഒത്ത നടുക്കൊരു ചെറിയ ദ്വീപ് പോലുണ്ട്. പണ്ട് എന്തോ റിസോർട്ടായിട്ട് അങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തനമല്ല. അവിടെ നമ്മൾ കിടക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കോൺക്രീറ്റ് റൗണ്ട് തറയാണേ. അവിടെയാണ് നമ്മളിന്ന് കിടന്ന് ഉറങ്ങുന്നത്. കുതിരയൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ കണ്ടോ. കൂടെയുള്ളവർ വേറെ മീൻ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കോ. അവരിപ്പോൾ വരും. ഇപ്പം ഞാൻ തന്നെയുള്ളൂ. എനിക്ക് ഇച്ചിരി ക്ഷീണമായിട്ട് നേരത്തെ ഇച്ചിരി കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി കിടന്നു. നല്ല കൊതുകുണ്ട്. കൊതുകെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ.
പിന്നെ രാവിലെ വെളുപ്പാങ്കാലത്ത് കാസ്റ്റ് ചെയ്യണം മീൻ കിട്ടണം. അപ്പോൾ മീൻ പിടുത്തത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കാൻ കൂടെ വേണ്ടിയാട്ടോ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു ലൂർ ബോക്സ് ആണ് കേട്ടോ തലയാണ്. നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് രാവിലെ ഇങ്ങനെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കണ്ടോ. സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ബോട്ടിലായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ മീൻ പിടുത്തം. ഇതാ കണ്ടോ, ഇതൊരു ബോട്ട് അപ്പുറത്ത് ഉണ്ണിയൊക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ണി ഏതാണ്ട് നമ്മുടെ തൊട്ടടുത്തുനിന്ന് കണ്ടോ ഉണ്ണിക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാളാഞ്ചിയാന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. കാളാഞ്ചിയാണ് കേട്ടോ, നല്ല ഹൈറ്റുണ്ട്. കോരി എടുത്തു, കോരി നമ്മൾ ചെമ്പല്ലേ കേട്ടോ, ചെമ്പല്ലി അടിച്ചോണ്ട് ചെമ്പല്ലി ചേർക്കാം. നല്ല ചെമ്പല്, നല്ല അടിപൊളി ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് വൈബ്. അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. ഉണ്ണി എങ്ങനെയുണ്ട്? സെറ്റപ്പ് അല്ലേ? അടിച്ച കുത്തല്ലേ ഇത്? അത്യാവശ്യം നല്ല സൈസുള്ള ചെമ്പല്ലിയാണേ. കണ്ട 2 kg കാണും, മേളിൽ കാണില്ലേ? ഇങ്ങനൊരു വൈബ് കണ്ടോ, എന്നാ രസമാണ് നയിക്കണ്ടോ. നമ്മൾ ചെറിയ തൂണിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ചേർത്ത് വലിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ മീൻ കയറി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് നമ്മുടെ അവീത്ത് അതുവഴി ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ട, ഇത് പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. മീൻ പിടുത്തം ഇഷ്ടമുള്ളവർക്ക് അത് മനസ്സിലാവും. അടിച്ചാ നമ്മൾ ഇന്നുമായിട്ട് പിടിച്ച മീൻ, ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനായിട്ട് പിടിച്ച മീൻ കാണിച്ചേ. കണ്ട, ഇത്രയും സൈസ് വേണ്ടായിരുന്നല്ലോ അല്ലേ? ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ ഒരു പിടിച്ച മീനാണ് കേട്ടോ. കണ്ടോ, ചെമ്പല്ലിയുടെ അനക്കം നിന്നിട്ടില്ല, ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും മീനുണ്ട് കേട്ടോ, അത്യാവശ്യം മീനുണ്ട് കേട്ടോ. കരിമീനും നല്ലതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മാർക്കറ്റിൽ കൊണ്ട്, ഏത് മാർക്കറ്റിലാണ് പോകുന്നത്? നമ്മൾ ഇവിടെ കോലത്തുംകടൽ വൈക്കത്ത് കൊണ്ട് മാർക്കറ്റിൽ കൊടുത്തിട്ട് നമ്മൾക്ക് രാവിലെ കഴിക്കാനുള്ള പരിപാടി, കഴിക്കാനുള്ള അത് ആ പൈസക്ക് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മളിങ്ങനെ വള്ളം വീണ്ടും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമ്മൾ തോട്ടപ്പള്ളിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അതായത് നമ്മളിങ്ങനെ കാശ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോണ്ടല്ലോ, അതിനിവിടെ ഒരു കാളാഞ്ചി അടിച്ചു കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ 2 സെക്ഷനായിട്ട് മാറിയാണ് കാശ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനപ്പം കാളാൻ ചെയ്യാൻ തോന്നുന്നു കേട്ടോ. കണ്ടോ, കുറച്ച് ദൂരെ നിന്ന് വലിച്ചു കയറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. സൈസാണോ? സൈസുള്ളതാണ് കേട്ടോ. ഇനി അതിനെ പെയ്യെ വലിച്ചു കയറ്റുന്ന കാഴ്ച കൂടി കാണാം കേട്ടോ. ഓടുന്നുണ്ട് കേട്ടോ, റാഗ് വലിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു വില എടുത്ത് ഓരാൻ പോകട്ടെ. വള്ളത്തിൽ പോയി പിടിക്കാനുള്ള പരിപാടി. എടുത്തോ, അടിപൊളി. സംഭവം പൊളിച്ചു മോനെ, പൊളിച്ചു. ഏതാ ഷാടലാണ് അടിച്ചത്? അടിച്ചത് കണ്ട അടി കൂടെ നടക്കുന്നുണ്ട. അയ്യടാ, അങ്ങനെ നമ്മുടെ രാവിലത്തെ സന്തോഷം കാണണമെങ്കിൽ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുവാണ് കേട്ടോ. നമ്മുടെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ കാളാഞ്ചി. പയ്യ മതി സെയിം സൈസ് കേട്ടോ. ഇന്നലെ ഇവിടുന്ന് കാളാഞ്ചി അടിച്ചിരുന്നേ. അടിച്ചു മോനെ, ബമ്പർ. കോറ ഇങ്ങോട്ടോ, കോരണ കോര്. അല്ല, ചെറിയ കൊള്ളു പെയ്യ കോരണേ.
ഏട്ടാ അങ്ങനെ മീൻ കയറി കേട്ടാ. അയ്യോടാ അയ്യോടാ അയ്യോടാ. 5 കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ. കാരണം ഇവർ സ്ഥിരം മീൻ പിടിക്കുന്നതുകൊണ്ട് അവർ കറക്റ്റ് മീനെ കാണുമ്പോഴേ തൂക്കം അറിയാം കേട്ടോ. മീനൊന്നും കാണട്ടെ. അടിപൊളി സാധനം കയറി മോനെ. കണ്ട കാളാഞ്ചി വരുമ്പോ കറക്റ്റ് ഞങ്ങള് വിളിച്ചു ശരിക്കും പറഞ്ഞ കാളാഞ്ചി അടിക്കുന്നുണ്ട് ഇവർക്ക് വീഡിയോക്ക് വേണ്ടി. വില എടുത്തേട്ടനോ? ഹാപ്പി അപ്പുറമായി കഴിച്ച കേട്ടോ. സൈസ് സാധനം കേട്ടാ. എന്റെ കൈ വെച്ച് കഴിഞ്ഞാ കണ്ടോ അതുപോലെ സൈസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ത്രാസ് കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് തൂക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ സമയമായിരുന്നു. നമ്മൾ കഴിച്ചു. കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ പ്ലേറ്റ് കാലി വെച്ചതിന് ശേഷം വീഡിയോ എടുത്തേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, വിശപ്പ് ഒരു രക്ഷയില്ലാത്ത വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മീൻ പിടിക്കാൻ അടുത്ത് നിൽക്കുന്നതിൻ്റെ സൈഡിൽ കണ്ടോ കുറച്ച് ചെമ്മീൻ നിൽക്കുന്നുണ്ടോ. തീരെ പൊടിയായി ക്യാമറ കാണാൻ പറ്റുന്ന ഇതിൽ നോക്കട്ടെ. കണ്ടോ തീരെ പൊടി ചെമ്മീൻ ഒരുപാട് ഇതിൽ കയറി നിൽക്കുന്നുണ്ടോ. ഒത്തിരി ഉണ്ടോ, ഒരുപാട് കാണാൻ പറ്റാൻ അറിയത്തില്ല. കണ്ടോ ആ എനിക്ക് കഴിയാൻ പൊറോട്ട കഴിക്കാൻ പൊറോട്ട മതിയായി കേട്ടോ എല്ലാവർക്കും. പൊറോട്ട എന്താ അറിയാം, പൊറോട്ട ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് വിടുന്നാൽ മതി. നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ചീനവലയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് ഒരുപാട് പേര് ചൂണ്ടിടുന്ന കാഴ്ചയും കാണാം. കണ്ടോ നമ്മുടെ തണ്ണീർമുക്കം മണ്ണിനോട് ചേർന്ന സ്ഥലങ്ങളാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്കൊരു 9 മണിയോടുകൂടി ആദ്യത്തെ വലിയ കാളാഞ്ചി അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമ്മൾ തണ്ണീർമുക്കം മണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരമുള്ള സ്ഥലമാണ്. അവിടെ വരെ നമ്മൾ ഓടിയെത്തി. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. കാഴ്ചകൾ മാത്രം കണ്ടു, മീനൊന്നും കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ ചെറിയൊരു ദ്വീപിൽ കയറി ഇങ്ങനെ റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ ചെറിയതായിട്ടൊന്ന് വെയിലൊന്ന് കുറയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റു വീഡിയോ എടുക്കുന്നവരെല്ലാവർക്കും